ഓർമ്മകളുടെ എഴുത്താണികൾ കോറിയിട്ടതെല്ലാം അലങ്കോലമായി കിടക്കുന്നു. അതൊന്ന് ക്രമപ്പെടുത്തണം. ജീവനേകിയവന്റെ സമ്മാനമായ ലോഹയിലേക്കുള്ള വഴികളെല്ലാം അടയാളപ്പെടുത്തിയിട്ട് വേണം കാലവുമായി കലഹിക്കുവാൻ. 2.5 വയസ്സിൻ്റെ മുറിഞ്ഞ ചിത്രങ്ങൾ കൂട്ടിച്ചേർക്കാൻ ഇനി മമ്മിയെ തന്നെ ആശ്രയിക്കണം. 80-ലായിരുന്നു വിവാഹം കഴിഞ്ഞ് ഞങ്ങൾ ഊട്ടിയിലേക്ക് പോയി. അവിടെയായിരുന്നു താമസം. ചേട്ടൻ അവിടെ വാച്ച് കടയായിരുന്നു. മോൻ്റെ പ്രസവത്തിന് മുൻപായിട്ട് ഒരാഴ്ചയ്ക്ക് മുമ്പ് എന്നെ ഇങ്ങോട്ട് ആങ്ങളെ കൊണ്ടുവന്ന്. അത് കഴിഞ്ഞ് പിന്നെ മോൻ പ്രസവത്തിൻ്റെ ആ ഹോസ്പിറ്റലിലേക്ക് ഇവിടെ വന്നു കഴിഞ്ഞ് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചേട്ടൻ വരുമായിരുന്നു. അങ്ങനെ വന്ന് കണ്ടു പോകുമായിരുന്നു. എൻ്റെ പ്രസവം കഴിഞ്ഞ് ഞങ്ങൾ ഊട്ടിയിലേക്ക് പോയി. 2.5 വർഷത്തോളം ഞങ്ങളവിടെ താമസിച്ചു. അത് കഴിഞ്ഞ് അവിടെ നിന്ന് മോൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ പെരുന്നാൾ ഡിസംബർ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് നാട്ടിലേക്ക് എന്നെ ആങ്ങള പെരുന്നാളിൻ്റെ ബർത്ത്ഡേയുടെ തലേ ദിവസം കൂടെ കൂട്ടിക്കൊണ്ട് പോകുന്നു. അത് കഴിഞ്ഞ് ഇവിടെ വന്ന് ബർത്ത്ഡേ ആഘോഷത്തിനും ഈ ഡിസംബർ ആഘോഷത്തിനും വേണ്ടി ഞങ്ങളിങ്ങനെ കാത്തിരിക്കുമ്പോൾ ഡിസംബർ 24-ാം തീയതി രാവിലെ ചേട്ടൻ ബസ്സിൽ കയറി ഇരുന്നപ്പോൾ ടിക്കറ്റ് എടുത്തിരുന്നപ്പോൾ സുഹൃത്ത് പറഞ്ഞ് നമുക്ക് ഒരുമിച്ച് നാട്ടിലേക്കാണോ പോകണേന്ന് ചോദിച്ചപ്പോൾ അതേന്ന് പറഞ്ഞു. എന്നാൽ നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ അവിടെ നിന്ന് പുറപ്പെട്ട് വരികയായിരുന്നു. ആ വരവിനാണ് ആക്സിഡൻ്റ് ഉണ്ടായിരുന്നത്. ഇവിടെ ക്രിസ്മസിൻ്റെ ആഘോഷമായിരുന്നു. അപ്പോൾ കരോളൊക്കെ വന്ന് നക്ഷത്രങ്ങളൊക്കെ തൂക്കി എല്ലാ ഒരുക്കങ്ങളും ചെയ്ത് വളരെ സന്തോഷത്തോടെ ഇരിക്കുന്ന സമയത്താണ് ഈ സങ്കട വാർത്ത അറിയുന്നത്. അപ്പോൾ എല്ലാവരും ഈ വിവരം അറിഞ്ഞ്, ഞാൻ മാത്രം അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ എല്ലാവരും കൂടി ചേർന്ന് എന്നെ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അവസാനം പിന്നെ ഞങ്ങൾ മോനുമായിട്ട് തറവാട്ടിൽ തന്നെയാണ് താമസിച്ചിരുന്നത്. അപ്പോൾ അവിടെ നിന്ന് പിന്നെ എല്ലാ ദിവസവും ക്ലാസ്സിൽ പോകാനും നഴ്സറിയിൽ കൊണ്ടുപോയി ഞാൻ കൊണ്ടുവരും. അങ്ങനെ കുഞ്ഞുനാളിലെ പഠന കാര്യത്തിലും മെക്കത്തിലും നല്ല മിടുക്കനായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയി ടീച്ചേഴ്സിനോടും അധ്യാപകന്മാരോടൊക്കെ മോൻ്റെ വിശേഷങ്ങളൊക്കെ ചോദിക്കും. അപ്പോൾ എല്ലാവരും നല്ല അഭിപ്രായം പറയും. എല്ലാ ദിവസവും പള്ളിയിൽ പോകാൻ വേണ്ടി ഇതേപോലെ തിരുവാതിര സഖ്യത്തിൽ ചേർന്ന് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ എല്ലാ ദിവസവും പള്ളിയിൽ പോകണമെങ്കിൽ കുഞ്ഞിന് ഒരു പൂ കിട്ടണം, നിർബന്ധമാണത്. അപ്പോൾ രാവിലെ തിടുക്കം കൂട്ടി എഴുന്നേറ്റ് എൻ്റെ കയ്യിൽ നിന്ന് പൂവ് മേടിച്ച് പള്ളിയിലേക്ക് പോകും. ആദ്യമൊക്കെ ഞാൻ കൂടെ പോകുമായിരുന്നേ. പിന്നെ കൊച്ചു തനിയെ എല്ലാ ബുധനാഴ്ചയും കൃത്യമായിട്ട് പൊയ്ക്കൊണ്ട് പോകുമായിരുന്നു. അങ്ങനെ പള്ളിയിൽ പോയി. പിന്നെ പള്ളിയായിട്ട് കൂടുതൽ അടുപ്പോയി, എപ്പോഴും പള്ളിയിൽ പോകണം. അങ്ങനെ പള്ളിയിലെ കാര്യത്തിൽ കൂടുതൽ മുൻപന്തിയിലായിരുന്നു. എല്ലാ കാര്യത്തിലും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഒറ്റ ദിവസം പള്ളിയിൽ പോക്ക് മുടക്കില്ലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ക്ലാസ്സിലേക്ക് പിന്നെ നേഴ്സറി ചേർത്ത്. നേഴ്സറിയിൽ നിന്ന് പിന്നെ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്ക് പോയി തുടങ്ങിയപ്പോൾ പിന്നെ കൂട്ടുകാരും വേണ്ട, ഒറ്റയ്ക്ക് സുഹൃത്തുക്കളൊക്കെ ആയിട്ട് ഒരുമിച്ച് പോവുകയും പഠിക്കുകയും വരെയൊക്കെ ചെയ്യുമായിരുന്നു. വീട്ടിലാണെങ്കിലും എല്ലാവർക്കും മോനോട് കുറച്ച് കൂടുതൽ സ്നേഹവും എല്ലാവരും ലാളിക്കുകയും മോൻ്റെ ഓരോ ചുവടുകളും മുന്നോട്ട് വയ്ക്കുമ്പോൾ അതനുസരിച്ച് മോനെ കൂടുതൽ പ്രേരിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ ക്ലാസ്സിലെ പഠന കാര്യങ്ങളിലേക്കൊക്കെ പോയി തുടങ്ങിക്കഴിഞ്ഞപ്പോൾ പിന്നെ എല്ലാവരുടെയും സഹായത്തോടുകൂടി തന്നെ പഠന കാര്യങ്ങളൊക്കെ മുന്നോട്ട് അങ്ങനെ പോയി. ആദ്യ കുർബാനം 5-ാം ക്ലാസ്സിലായിരുന്നപ്പോഴായിരുന്നു. ആദ്യ കുർബാന കഴിഞ്ഞ് വന്നിട്ട് പിന്നെ കുർബാന മുടക്കൂലായിരുന്നു. എല്ലാ ദിവസവും പള്ളിയിൽ പോകും. അങ്ങനെ പോയി കുറേ നാളുകൾക്ക് ശേഷം ക്ലാസ്സിൽ ഇതേപോലെ 7-ാം ക്ലാസ് ആയി കഴിഞ്ഞപ്പോൾ മോനെ ഒരു ക്യാമ്പിന് പോകണമെന്ന് പറഞ്ഞ് അങ്ങനെ ക്യാമ്പിന് പോയി വന്നു കഴിഞ്ഞപ്പോൾ മോന് പിന്നെ അച്ഛനാകണമെന്നുള്ളൊരു ആഗ്രഹം മനസ്സിൽ വന്ന്. അപ്പോൾ എന്നോട് പറഞ്ഞു, മമ്മി എനിക്ക് അച്ഛനാകാൻ പോകണമെന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ പറഞ്ഞു, മോനെ നമുക്ക് ആലോചിക്കാൻ മോനെ പോകാം, മോൻ്റെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ മമ്മി മോനെ വിടാം അപ്പോൾ പിന്നെ ഞാൻ ഒരു ദിവസം മോനെയും കൂട്ടിക്കൊണ്ട് കൂനുമാവ് പള്ളിയിൽ ചെന്നപ്പോൾ അച്ഛൻ പറഞ്ഞു, ഇപ്പം മാതാപിതാക്കന്മാരുടെ ലാളനയൊക്കെ ഏറ്റ് വളരേണ്ട പ്രായമല്ലേ, 10-ാം ക്ലാസ് കഴിഞ്ഞിട്ട് നമുക്ക് ആലോചിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ മോൻ പിന്നെ ഓരോ ക്ലാസ്സിലും ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ മോൻ്റെ മനസ്സിലെപ്പോഴും ഈ ഒരു ചിന്ത മാറില്ലായിരുന്നു.
7ാം ക്ലാസ് വരെയൊക്കെ ഞാൻ നന്നായിട്ട് പഠിപ്പിക്കുകയും പിടിക്കുകയൊക്കെ ചെയ്യും. പിന്നെ മോൻ നന്നായിട്ട് പഠിക്കും. പിന്നെ കുഞ്ഞുനാളിലെ മുതലേ പൂമ്പാറ്റ അങ്ങനെ എന്തെല്ലെങ്കിലും കൊച്ചു കൊച്ച് പുസ്തകങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ ആ പുസ്തകങ്ങളൊക്കെ ഇരുന്ന് വായിക്കും. പിന്നെ ക്ലാസ്സിൽ മുടങ്ങാതെ പോകുമായിരുന്നു. ഒറ്റ ക്ലാസ് ഇത് പാഴാക്കാതെ എല്ലാ ദിവസവും പോയി നന്നായിട്ട് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് പഠനം കഴിഞ്ഞ് വന്ന് കുറച്ച് നേരമൊക്കെ കളിച്ചേച്ചൊക്കെ വരും. അപ്പോൾ ഞാൻ പറയും, മോനെ കളിക്കാൻ പോയി ഇത്രയും സമയമൊക്കെ ആയാൽ പഠിക്കണ്ടേ മോനെ? അതും ഞാൻ പഠിച്ചോളാം മമ്മി എന്ന് പറയും. പിന്നെ വൈകുന്നേരത്തെ എൻ്റെ ജോലികളൊക്കെ കഴിഞ്ഞ് മോനോടൊപ്പം ഞാനും ഇരിക്കും. അങ്ങനെ ഇരുന്ന് പഠനത്തിൽ നന്നായിട്ട് മുന്നിലേക്ക് വന്നു തുടങ്ങി. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. എൻ്റെ മോൻ നന്നായിട്ട് പഠിക്കണുണ്ടല്ലോ. ഇനിയിപ്പോൾ മോൻ്റെ ആഗ്രഹം, ഞാനിനി അതിനൊന്നും പിന്നിലേക്ക് പോവണ്ട, മോൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് മോനെ വൈദികനാക്കാമെന്ന് തന്നെ എൻ്റെ മനസ്സിലും ആ ആഗ്രഹം കൂടുതൽ വന്നപ്പോൾ ഞാനും കൂടുതലായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കാലം അടയാളപ്പെടുത്തേണ്ട ഒരമ്മയും മകനും. മകന്റെ ആഗ്രഹത്തിനായി ജീവിതകാലം മുഴുവൻ ഏകാന്തവാസം സ്വയം വിധിച്ച് അവന്റെ വളർച്ചയുടെ ഓരോ അണുവിലും തിരിതെളിച്ച് ചൊല്ലിത്തീർത്ത പ്രാർത്ഥനകളും ഉരുവിട്ട് തേഞ്ഞു തുടങ്ങിയ ജപമാല മുത്തുകളും ഒഴുകിയിറങ്ങിയ കണ്ണുനീരും കാഴ്ചയായി സമർപ്പിച്ച് ജീവിതം ആസ്വദിക്കുന്ന ഒരമ്മ. പിന്നെ അങ്ങനെ സെമിനാരിൽ മോനെ മോനെ കൊണ്ടുപോയി ആക്കി. എൻ്റെ കൂടപ്പിറപ്പുകളെല്ലാവരും വന്ന് കൊണ്ടുപോയി ചേർത്ത് സന്തോഷത്തോടെ അവിടെ നിന്ന് പോന്നെങ്കിലും പിന്നെ ഞാൻ രണ്ടാമത് വീണ്ടും കുര്യാക്കോസ് അച്ഛൻ്റെ അടുത്ത് പോയി ഇതേപോലെ പ്രാർത്ഥിക്കുമായിരുന്നു. മോനെ ദൈവമേ അവിടെ തന്നെ പിടിച്ചു നിൽക്കാനുള്ള എല്ലാ കഴിവുകളും കൊടുത്തേക്കണം ഈശോയെ, നന്നായി പഠിക്കുവാനും അതിൽ മുന്നേറാനും ദൈവം അനുഗ്രഹിക്കണമെന്ന് ഓർത്ത് കുര്യാക്കോസ് അച്ഛൻ്റെ അടുത്ത് പോയിരുന്ന് അങ്ങനെ പ്രാർത്ഥിച്ച മോനെ നല്ലൊരു വൈദ്യനാക്കി തീർക്കണേന്ന് അങ്ങനെ പ്രാർത്ഥിച്ച് പോരും. പിന്നെ ഇടയ്ക്ക് വന്നതിന് ശേഷം പിന്നെ മോൻ്റെ അടുത്ത് സെമിനാരിയിൽ മോനെ കാണാൻ ചെല്ലും. അവിടുത്തെ ജെറോമച്ചൻ എന്നോട് പറയും, മമ്മി എന്തിനാ വിഷമിക്കണം, 13 വർഷം ഇപ്പം അങ്ങോട്ട് കഴിഞ്ഞു പോകൂലേ, മമ്മി നന്നായിട്ട് പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറയും. അപ്പോൾ അത് കേൾക്കുമ്പോൾ ആശ്വാസമാണ്. അങ്ങനെ കയറി ഞാൻ ഗ്രോട്ടയിൽ കയറി മാതാവിനോട് പ്രാർത്ഥിച്ചും മോനെയും കണ്ട് മോൻ്റെ കൂടെയുള്ള സെമിനാരി കൊച്ചുങ്ങളെയൊക്കെ കണ്ട് സന്തോഷത്തോടെ ഞാൻ ഇങ്ങോട്ട് പോരും. അങ്ങനെ ഇവിടെ വന്നിട്ട് പിന്നെ ഞാൻ ഇതേപോലെ കുര്യാക്കോസ് അച്ഛൻ്റെ അടുത്ത് എല്ലാ വെള്ളിയാഴ്ചയും എല്ലാ വെള്ളിയാഴ്ചയും മുടങ്ങാതെ പോയി ഞാൻ പ്രാർത്ഥിക്കും, മോനെ നല്ലൊരു വൈദികനാക്കണേ എന്നോർത്ത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ മോനെ ഇടയ്ക്കിടയ്ക്ക് ചിലപ്പോൾ ഒരു മാസത്തിൽ അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോൾ അങ്ങനെയൊക്കെ പോയി കണ്ടേച്ചും വരും. ഒരു പുരോഹിതനായിട്ട് നിങ്ങളുടെ മുമ്പിൽ ഇന്ന് എനിക്കിരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായ ഒരാളാണ് എൻ്റെ കൂടെ ഇരിക്കുക. അതെൻ്റെ മമ്മിയാണ്. കാരണം ഒരു സെമിനാരിയിൽ ചേർന്ന് ഒരു അച്ഛനാകണമെന്നുള്ള ആഗ്രഹം എനിക്ക് വന്നപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ മമ്മീനെക്കുറിച്ച് ചിന്തിക്കാനുള്ള വിവരമൊന്നും എനിക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. സത്യത്തിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. അച്ഛനാകണമെന്ന് മാത്രമേ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ പോണയിൽ മമ്മിക്ക് വിഷമം ഉണ്ടാകുമെന്ന് ഞാൻ ചോദിച്ചിട്ടില്ല. മോൻ പോണയിൽ എനിക്ക് വിഷമമുണ്ടെന്ന് മമ്മി ഇന്നുവരെ പറഞ്ഞിട്ടുമില്ല. അപ്പോൾ അതുകൊണ്ട് അത് ഞങ്ങൾക്കിടയിൽ ഇതുവരെ സംസാരിച്ചിട്ടില്ല. പക്ഷെ ഞാൻ ദൈവം വിളിക്കുന്ന പോലെ ബോധ്യം വന്നപ്പോൾ എൻ്റെ മമ്മി അതിന് കൂടെ നിൽക്കുന്നുവെന്നുള്ള ഒരു ഉറപ്പ് കിട്ടിയപ്പോൾ ഞാൻ രണ്ടാമതൊന്നും ആലോചിക്കാതെ സെമിനാരിയിൽ പോയതാണ്. അപ്പം അത് ദൈവത്തിൻ്റെ ഒരു നിയോഗമാണ്. കാരണം ഒരു പ്രാർത്ഥിക്കുന്ന ഒരമ്മയെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയെന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുക. കാരണം ഞാൻ രാവിലെ എണീക്കുമ്പോഴൊക്കെ വീട്ടിലുള്ള സമയത്തും പിന്നീടും ഞാൻ രാവിലെ എണീക്കുമ്പോൾ ബെഡിൽ നിന്ന് എണീറ്റ് വരുമ്പോൾ ആദ്യം കാണുന്നത് ഞങ്ങളുടെ ഈ കൊച്ചു വീട്ടിൽ രൂപക്കൂടിൻ്റെ മുമ്പിൽ ആ മുട്ടുകുത്തി നിന്ന് കൈയും വിരിച്ച് കയ്യിലൊരു കൊന്തയും പിടിച്ച് ജപമാല വെളുപ്പിന് എണീറ്റ് ചൊല്ലുന്ന മമ്മിയെ, അല്ലെങ്കിൽ ഒരു ബൈബിള് തുറന്ന് വായിക്കുന്നൊരു മമ്മിയെ, അല്ലെങ്കിൽ ഒന്നും പറയാതെ ഈശോയിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുന്ന ഒരു അമ്മയെ, ഇതാണ് എൻ്റെ മനസ്സിൽ പതിഞ്ഞിട്ടുള്ള മമ്മീനെക്കുറിച്ചുള്ള ആദ്യത്തെയും അവസാനത്തെയും ഒരു ചിത്രം. കാരണം ഒരു പ്രാർത്ഥിക്കുന്ന ഒരു അമ്മ ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഉള്ളത്, അല്ലെങ്കിൽ ഞാൻ ഉണ്ടാവില്ലായിരുന്നു. ഈ സെമിനാരിയിൽ ചേർന്ന സമയത്തും ഇത്രയും വർഷങ്ങൾ കഴിയുമ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കും, എവിടെയൊക്കെ പോയാലും എന്നെക്കുറിച്ചല്ല എല്ലാവരും പറയണത്, എല്ലാവരും എവിടെ ചെന്നാലും പറയുക അമ്മയുടെ ഒരേ ഒരു മകനാണ് വിപിനച്ചൻ. ഡാഡി കുഞ്ഞിതിലെ മരിച്ചു പോയിട്ടും
ആ അമ്മ ഒറ്റ മകനെ ദൈവത്തിന് കൊടുക്കാൻ തയ്യാറായി. ആ മകനാണ് നമ്മുടെ മുമ്പിൽ എന്നൊക്കെ പറഞ്ഞാൽ എപ്പോഴും എല്ലാവരും പറയാറുള്ളത്. അപ്പോൾ അത് കേൾക്കുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നും. കാരണം അങ്ങനെ ഒരു അമ്മേനെ എനിക്ക് ദൈവം തന്നല്ല എന്നുള്ളതിന്. ഞാനിപ്പോഴും ഓർക്കണത് മമ്മി എന്നെ സെമിനാരിയിൽ കാണാൻ വരുന്ന ചില വരവുകളുണ്ട്. ഞാൻ സെമിനാരി ചേർന്ന സമയത്ത് ആദ്യ വർഷം എറണാകുളത്തായിരുന്നു സെമിനാരി, അതിരൂപതയുടെ അടുത്തുള്ള സെമിനാരി ആയിരുന്നു. അപ്പോൾ മമ്മി ഇങ്ങനെ, ഞാൻ ചെറുപ്പത്തിലേ കണ്ടേക്കണ ഇങ്ങനെ അധികം ഒറ്റയ്ക്കൊന്നും യാത്ര പോകാറില്ല. അപ്പോൾ മമ്മി എന്നെ ഒറ്റയ്ക്ക് കാണാൻ വന്നത് എൻ്റെ മനസ്സിൽ ശരിക്കും പറഞ്ഞാൽ എനിക്ക് സെമിനാരിയിൽ ഒരു ആദ്യത്തെ വിഷമമായിട്ട് ഉണ്ടായിരുന്നത് ഈ മമ്മി എന്നെ ഒറ്റയ്ക്ക് കാണാൻ വന്നതാണ്. എന്നെ സെമിനാരി ചേർത്തതിനേക്കാൾ ഒരു വിഷമമായിട്ട് എനിക്ക് തോന്നിയത് ഞാൻ കാണുന്നത് മമ്മി ഇങ്ങനെ കുറച്ചെന്തെങ്കിലും മധുരപലഹാരങ്ങളൊക്കെ ആയിട്ട് മേടിച്ചിട്ട് രാവിലെ വന്ന് മണിയടിച്ച് ഗസ്റ്റ് റൂമിൽ ഇങ്ങനെ കാത്തു വെക്കും. അപ്പോൾ ഞങ്ങളോട് ആരെങ്കിലും മമ്മി വന്നിട്ടുണ്ടെന്ന് പറയും. എൻ്റെ മമ്മി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ബാച്ചിൽ എല്ലാവരുടെയും മമ്മിയായിരുന്നു. കാരണം മമ്മി വന്നെന്ന് കേട്ട് കഴിഞ്ഞാൽ എല്ലാവരും കൂടി ഓടി ഗസ്റ്റ് റൂമിലോട്ട് വരും. കാരണം മമ്മി എന്തെങ്കിലുമൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടാവും എല്ലാവർക്കും വേണ്ടി. അപ്പോൾ അങ്ങനെ മമ്മി കുറച്ച് നേരമൊക്കെ ഇരിക്കും, വീട്ടിലെ വിശേഷങ്ങളൊക്കെ പറയും. ചിലപ്പോൾ അങ്കിൾമാരുണ്ടാവും, അല്ലെങ്കിൽ മമ്മി കൂടുതൽ ഒറ്റയ്ക്ക് വരും. അപ്പം അങ്ങനെ വന്ന് കുറച്ച് നേരം കഴിഞ്ഞ് മമ്മി പോകും. പക്ഷെ ഞാനത് മമ്മി പോണത് സെമിനാരിയുടെ മോളിൽ കയറിയെന്ന് നോക്കും. സെമിനാരിയുടെ മോളിൽ ഞങ്ങൾക്കൊരു മുറിയുണ്ട്, ഒരു ജനലുണ്ട്. ആ ഒരു ഒറ്റ ജാലകത്തിലൂടെ നോക്കുമ്പോൾ ഈ കപ്പല് പള്ളിയുടെ, എറണാകുളം കപ്പല് പള്ളിയുടെ മുമ്പിൽ കൂടിയാണ് മമ്മി പോണത് ബസ് സ്റ്റോപ്പിലേക്ക്. അപ്പോൾ ഞാൻ ഈ മമ്മി പോണത് എപ്പോഴും ഇങ്ങനെ നോക്കുമ്പോൾ രണ്ട് കാഴ്ചകളാണ് എന്നെ വളരെയധികം അട്രാക്റ്റ് ചെയ്തിട്ടുള്ളത്. ആ കപ്പല് പള്ളിയുടെ മുമ്പിൽ എപ്പോഴും ഇങ്ങനെ ഭിക്ഷ യാചിച്ചിരിക്കുന്ന ഒരു മനുഷ്യനുണ്ട്. അയാൾ കുറേ വർഷത്തോടെ ഉണ്ടായിരുന്നു ഞങ്ങൾ സെമിനാരി പഠിക്കുന്ന സമയത്ത്. അപ്പോൾ മമ്മി എപ്പോഴും ആ ഭിക്ഷ യാചിക്കുന്ന മനുഷ്യന് അവിടെ ചിലപ്പോൾ ഇന്ന് വർത്താനം പറയണത് കാണും, അല്ലെങ്കിൽ മമ്മി എന്തെങ്കിലും കൊടുക്കണത് കാണും. പിന്നെ മമ്മി കപ്പലോളിയുടെ ഉള്ളിലോട്ട് കയറുന്നതാണ് കാണാറുള്ളത്. അപ്പോൾ ഞാൻ മമ്മി ഇപ്പം ഇറങ്ങിയൊന്ന് നോക്കി നിന്ന് ഞാൻ മമ്മി വരെയുമില്ല അവിടെ നിന്ന്. പല സമയത്ത് ഞാൻ കണ്ടിട്ടില്ല മമ്മി എപ്പോഴാണ് തിരിച്ച് ആ പള്ളിയുടെ പുറത്തോട്ട് വന്നതെന്ന്. കാരണം മമ്മി അത്രയും ശരിക്കും പറഞ്ഞാൽ പ്രാർത്ഥിക്കുകയായിരുന്നു. എനിക്ക് ശരിക്കും അത് ഓർക്കുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതലൊരു മമ്മി എപ്പോഴാണ് പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങണേന്ന് നോക്കി ഞാൻ പല സമയവും നിന്നിട്ടുണ്ട് ആ ജനലിൻ്റെ അടുത്ത്. പക്ഷെ കണ്ടിട്ടില്ല പലപ്പോഴും. അത് അവിടെ മാത്രമല്ല, എൻ്റെ അടുത്ത് ഞങ്ങൾക്കൊരു നിത്യാരാധന ചാപ്പലും കൂടി ഉണ്ട് എറണാകുളം ബസിലിക്കയുടെ മുമ്പിൽ. അപ്പം മമ്മി അവിടെയും രാവിലെ പോയി കഴിഞ്ഞാൽ എന്നെ കാണാൻ വന്ന വരവിന് രണ്ട് ഉദ്ദേശങ്ങളാണ്. ഒന്ന് എന്നെ കാണണം, പിന്നെ ദൈവത്തിനെയും കാണണം. അപ്പോൾ രാവിലെ തുടങ്ങി എന്നെ കാണുന്നതിൻ്റെ ഒരു 10 ഇരട്ടിയോ 15 ഇരട്ടിയോ സമയം മമ്മി ദൈവത്തിൻ്റെ അടുത്ത് ആരാധന ചാപ്പലിൻ്റെ മുമ്പിൽ പോയിരിക്കും. എന്നിട്ട് വൈകുന്നേരം എപ്പോഴൊക്കെയാണ് മമ്മി തിരിച്ചു പോകണത്. അപ്പോൾ എനിക്ക് ഭയങ്കര പ്രയാസമായിരുന്നു മമ്മി ഒറ്റയ്ക്ക് വന്നതും തിരിച്ചു പോകണതൊക്കെ കാണുമ്പോൾ. പക്ഷേ ആ മമ്മിയുടെ പ്രാർത്ഥനയാണ് അത്. 1-2 വർഷത്തെ കാര്യമല്ല, എൻ്റെ ജീവിതം മുഴുവനുള്ള കാലത്തിലാണ് അതൊരു ഭയങ്കര എൻ്റെ മനസ്സിൽ നിന്ന് പോകാറില്ല. മമ്മി ഇങ്ങനെ ആ കപ്പലുള്ളിയുടെ മുമ്പിൽ കൂടി നടന്നു വന്നതും തിരിച്ചു പോണതും ആ ഭിക്ഷ യാചിക്കുന്ന മനുഷ്യനോട്. കാരണം മമ്മി ചെറുപ്പത്തിലെ പോലെ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്, ഇങ്ങനെ പാവപ്പെട്ടവരെ സഹായിക്കണം, അല്ലെങ്കിൽ കരുണ കാണിക്കണം. അപ്പം ഇത് ജീവിതത്തിൽ ചെറുപ്പകാലം മുതൽ ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ അച്ഛനാവണ കാലത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഈ സെമിനാരിക്കാലം മുഴുവനും എൻ്റെ മനസ്സിലുള്ളത് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു മമ്മീനെയാണ്. ഫിലോസഫി വരെ ഞാനിവിടെ ആലുവയിലുണ്ടായിരുന്നു, കാർമൽഗിരി സെമിനാരിയിൽ. എനിക്ക് തോന്നുന്നത് അത് കഴിഞ്ഞപ്പോഴാണ് മമ്മിക്ക് ഇത്രയും കൂടി സങ്കടം വന്നത്. കാരണം ഞാൻ മാംഗ്ലൂർ സെമിനാരിയിലാണ് എൻ്റെ ദൈവശാസ്ത്ര പഠനത്തിനായിട്ട് 4 വർഷം പോയത്. അപ്പോൾ ഇതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വരാനും കാണാനൊന്നും പറ്റൂലായിരുന്നു. പക്ഷെ ഞാനിപ്പോഴും പക്ഷെ എനിക്ക് എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉള്ളത്, ഞാൻ ഒരിക്കലും മമ്മി വിഷമിക്കുന്നതായിട്ടിരുന്ന് ഒരിക്കലും എൻ്റെ സെമിനാരി ജീവിതത്തിൽ എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല. അത് ദൈവം അങ്ങനെ ഒരു മറവി തന്നതായിട്ടാണ് തോന്നിയിട്ടുള്ളത്. അല്ലാതെ ഞാൻ ഓർക്കാത്തതല്ല. പക്ഷെ ദൈവം എന്നെക്കൊണ്ട് ആ ഒരു കാര്യം, മമ്മി എങ്ങനെ ഒറ്റയ്ക്ക് വീട്ടിൽ താമസിക്കണ്, മമ്മി എങ്ങനെ കാര്യങ്ങൾ ചെയ്യണ്, മമ്മി എങ്ങനെ ജീവിക്കണ്, അങ്ങനെ ഒന്നും ദൈവം എന്നെ ഒരു ഓർമ്മിപ്പിച്ചിട്ടില്ല ശരിക്കും. അതെനിക്ക് ഒരു ദൈവത്തിൻ്റെ ഒരു വല്ലാത്തൊരു അൽഷിമേഴ്സ് ആ സെമിനാരി കാലം മുഴുവനും വന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് മമ്മിയുടെ പ്രാർത്ഥനയുടെ ഫലമായിരിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ എൻ്റെ സെമിനാരി ജീവിതം 13 വർഷവും കടന്നുപോയി. ഞാൻ അച്ഛനാവണ ആ ഒരു ദിവസം എത്തി. അപ്പോൾ ഞാൻ മാത്രം കണ്ടൊരു സ്വപ്നമല്ല, ദൈവം എനിക്ക് വേണ്ടി കരുതി വെച്ച ഒരു സ്വപ്നം സഫലമാകണ ആ ഒരു ദിവസം എത്തിയപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒത്തിരിയേറെ സെമിനാരി ജീവിതത്തിൻ്റെ ഇടയിൽ ദൈവം അനുഗ്രഹങ്ങളാണ് തന്നിട്ടുള്ളത്. ഒരു കുറവും ദൈവം വരുത്തിയിട്ടില്ല. എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്, വീട്ടിലെ കാര്യങ്ങൾ എന്ത് ചെയ്യും, മമ്മീനെ ആര് നോക്കും, മമ്മി എങ്ങനെ ജീവിക്കും, ഇതിനൊന്നിനും ഞാൻ ഉത്തരവും പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് ദൈവം അവിടെ ഉണ്ടെന്ന് തോന്നുന്നു, ദൈവം നോക്കിക്കോളൂ എന്ന് പറഞ്ഞ് അക്ഷരാർത്ഥത്തിൽ എൻ്റെ സെമിനാരിയിൽ ഞാനായിരുന്ന 13 വർഷവും മമ്മിക്ക് ഒരുപാട് വിഷമങ്ങളൊക്കെ ഉണ്ടാവും, എനിക്ക് ഉറപ്പാണത്. ഒരുപാട് സഹനങ്ങളിലൂടെ കടന്നുപോയി, ഒരുപാട് ഒറ്റപ്പെടലുകളിലൂടെ മമ്മി കടന്നുപോയി. പക്ഷെ മമ്മിക്ക് കരുത്ത് ദൈവമായിരുന്നു, പരിശുദ്ധ അമ്മ.
മമ്മി എപ്പോഴും ഡാഡി മരിച്ചതിന് ശേഷം ഔസേപ്പിതാവിനെ ഒരു വീട്ടിലെ അപ്പച്ചനെ പോലെയാണ് മമ്മി കരുതിയേക്കണത്. അപ്പം അതുകൊണ്ട് എനിക്ക് വലിയൊരു ഉറപ്പുണ്ട്, എൻ്റെ വീടിനെ ഞാൻ അവിടെ ഇല്ലെങ്കിലും, അതായത് എൻ്റെ അമ്മാമ്മ, എൻ്റെ ഉടുപ്പ് കിട്ടിയതിന് ശേഷം അമ്മാമ്മ ഉടനെ മരിച്ചു. അതിനുശേഷം ഇപ്പോൾ 15 വർഷമായിട്ട് മമ്മി വീട്ടിൽ ഒറ്റക്കാണ്. അപ്പോൾ ഈ 15 വർഷവും എൻ്റെ വീടിനെ പരിശുദ്ധ അമ്മ, വിശുദ്ധ ഔസേപ്പിതാവ്, കാവൽ മാലാഖമാർ എല്ലാം പൊതിഞ്ഞ്, മമ്മിക്ക് വലിയ കൂട്ടുകാരാണ് അവരൊക്കെ. അപ്പം അതുകൊണ്ട് വീട്ടിൽ മമ്മി സന്തോഷവതിയാണ്. വിഷമങ്ങളുണ്ട് ഉറപ്പായിട്ട്, ഞാൻ ഇന്നുവരെ ചോദിച്ചിട്ടില്ല. ഞാൻ ഈ സമയം വരെ ഞാൻ ചോദിച്ചിട്ടില്ല മമ്മിക്ക് വീട്ടിൽ പ്രയാസം ഉണ്ടോ, അല്ലെങ്കിൽ മമ്മിക്ക് ഒറ്റപ്പെടലിൻ്റെ വിഷമം ഉണ്ടോ. മമ്മി ഒട്ട് എന്നോട് ഇത് പറഞ്ഞിട്ടുമില്ല. അങ്ങനെയുള്ള ഡിസ്കഷൻസ് ഇന്ന് വരെ ഞങ്ങളുടെ രണ്ടുപേരുടെ ഇടയിൽ ഉണ്ടായിട്ടില്ല. കാരണം അതിന് ദൈവം അറിയാൻ പാടില്ല, പക്ഷെ ദൈവം അങ്ങനത്തെ ഒരു മറവി എനിക്ക് ഒരു കൃപയായിട്ട് തോന്നണം ഇപ്പം ചിന്തിക്കുമ്പോൾ. അങ്ങനെ 13 വർഷത്തിന് ശേഷം ആ മമ്മി പോയി മണിക്കൂറുകൾ ചെലവിട്ട ആ കപ്പലുവള്ളിയിൽ വെച്ച് തന്നെ പിതാവിൻ്റെ കയ്യിൽ നിന്ന്, ഡാനിയൽ പിതാവായിരുന്നു, ഡാനിയൽ അച്ചാരുപറമ്പിൽ പിതാവ് പൗരോഹിത്യം നൽകി ആ ഒരു പുരോഹിത വസ്ത്രം ഇട്ട് മമ്മിക്ക് ദിവ്യകാരുണ്യം കൊടുത്തപ്പോൾ, അല്ലെങ്കിൽ മമ്മി തന്നെ അവസാനം എൻ്റെ കയ്യിൽ വന്ന് 2 കൈകളും ചുംബിച്ചപ്പോൾ, അപ്പോൾ എനിക്ക് ശരിക്കും ദൈവം ഈശോന മാതാവ് ഇങ്ങനെ ഒരു ബലിക്കായിട്ട് വിട്ടുകൊടുത്ത പോലെയാണ് എനിക്ക് തോന്നിയത്. ശരിക്കും ഇതാ അങ്ങനെയൊക്കെ പറയണ പോലെ ഒരു പെട്ടെന്ന് അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ജീവിതം മുഴുവനും. അപ്പം ഞാനൊരു പുരോഹിതനായിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെയും മാതാവിൻ്റെയും വിശുദ്ധരുടെയും എല്ലാം കൃപകൾ കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും വലിയ കാരണവും അവസാനത്തെ കാരണവും, ആദ്യത്തെ കാരണവും അവസാനത്തെ കാരണവും എൻ്റെ ഏറ്റവും പ്രിയം നിറഞ്ഞ ഈ മമ്മിയാണ്. മമ്മി ഇല്ലെങ്കിൽ ഞാൻ ഉണ്ടാവില്ലായിരുന്നു. പട്ടം കിട്ടുന്നതിൻ്റെ തലേദിവസം രാത്രി ഞാൻ തമ്പുരാൻ്റെ മുമ്പിലിരുന്ന് നന്നായി പ്രാർത്ഥിച്ചു. നാളത്തെ ഒരു ദിവസത്തിന് വേണ്ടി ഇത്രയും കാലം ഞാൻ കാത്തിരുന്നിട്ട് ഈശോയെ നാളത്തെ ദിവസം എല്ലാം ഭംഗിയാക്കി തീർക്കുവാൻ എൻ്റെ തിരുക്കുടുംബം എന്നെ സഹായിക്കണേ എന്ന് മുട്ടിപ്പായി പ്രാർത്ഥിച്ചു. പ്രഭാതത്തിൽ എഴുന്നേറ്റ് അന്നത്തെ ദിവസം എനിക്ക് സന്തോഷമോ സങ്കടമോ എന്താ അറിയിക്കേണ്ടെന്ന് അറിയില്ല. അപ്പം ഞാൻ മനസ്സിൽ ഡാഡിയോടും പറഞ്ഞ്, ഇതേ ഇന്ന് മോൻ്റെ പട്ടം കിട്ടുന്ന ദിവസമാണ്, സ്വർഗത്തിലിരുന്ന് മോന് വേണ്ടി പ്രാർത്ഥിക്കണം, ഞങ്ങൾ പള്ളിയിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞ് പള്ളിയിൽ പോയി കുപ്പായമൊക്കെ അണിയിച്ച് നിന്ന് കണ്ടപ്പോൾ എനിക്ക് സന്തോഷവും സങ്കടവും, ദൈവമേ ഈ ഒരു ദിവസത്തിന് വേണ്ടി എത്ര വർഷങ്ങളായി ഞാൻ കാത്തിരിക്കുന്നത്, ഈശോയെ നീ എത്രയോ ഭംഗിയായിട്ട് എല്ലാം എനിക്ക് സാധിച്ചു തന്നല്ലേ ഈശോയെ. എൻ്റെ പ്രാർത്ഥന ഒന്നും നീ തള്ളിക്കളഞ്ഞില്ല. സങ്കടം വരുന്ന നിമിഷത്തിലും പ്രയാസങ്ങളൊക്കെ ഉള്ളപ്പോഴും ഞാൻ തമ്പുരാൻ്റെ മുമ്പിലിരുന്ന് പ്രാർത്ഥിച്ച് ഈശോ എനിക്കപ്പോൾ ഒരു ആശ്വാസവും സമാധാനവും, ബൈബിളിൽ കൂടെ ധാരാളം വചനങ്ങൾ ഞാൻ ഓരോന്നോരോന്ന് ആവർത്തിച്ച് പറയുമ്പോൾ ഈശോ എനിക്ക് നല്ല ആശ്വാസവും സമാധാനവും തരുമായിരുന്നു. അന്നത്തെ ദിവസം ഭംഗിയായിട്ട് കുപ്പായമൊക്കെ അണിഞ്ഞ് അതൊക്കെ കാണാനുള്ളൊരു ഭാഗ്യം തന്നതിന് ഞാൻ ദൈവത്തിന് ഒത്തിരി നന്ദി പറയുന്നു. മോൻ പറഞ്ഞത് സത്യമാണ് ഈശോയെ. ഞാൻ കുഞ്ഞുനാളിൽ പറയും, മോനെ പാവപ്പെട്ടവരെ സ്നേഹിക്കണം, അവരുടെ ഏത് കാര്യത്തിലും നമ്മളെ കൊണ്ട് കഴിയുന്ന വിധത്തിലുള്ള സഹായങ്ങളൊക്കെ ചെയ്ത്, ഈശോ പറഞ്ഞിട്ടില്ലേ പാവപ്പെട്ടവരെ സ്നേഹിക്കുവിൻ എന്ന്. അതെന്നും മോൻ്റെ മനസ്സിലുണ്ടായിരിക്കണം. ഏത് പള്ളിയിൽ ചെന്നാലും ഇടവകയിൽ ചെന്നാലും എവിടെയാണെങ്കിലും ആ ചിന്ത മോൻ്റെ മനസ്സിൽ നിന്ന് മാറരുതെന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ അന്നത്തെ ദിവസം എല്ലാ കാര്യവും ഭംഗിയായി നിറവേറ്റി തന്ന എൻ്റെ തിരുക്കുടുംബത്തിന് ഒത്തിരി നന്ദി പറയുന്നു ഞാൻ. പട്ടം കിട്ടിയിട്ട് 10 വർഷമായി. ഓരോ ഇടവകയിലും മോൻ പോകുമ്പോൾ പോയി കഴിയുമ്പോൾ പറയും, മമ്മി ഇന്ന് പ്രാർത്ഥിക്കണം കേട്ടോ, എനിക്ക് ഓരോ പള്ളിയിൽ എനിക്ക് പ്രസംഗിക്കാനുണ്ട്. അപ്പം ഞാൻ പ്രസംഗിക്കാൻ പോകുമ്പോൾ മമ്മി ഇവിടെ ഇന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ പിതാവിൻ്റെ സെക്രട്ടറി ആയിട്ട് 3 വർഷം മോൻ സേവനമനുഷ്ഠിച്ച്, അത് കഴിഞ്ഞ് ലൂർദ് ഹോസ്പിറ്റലിൽ 4 വർഷം, അത് കഴിഞ്ഞ് ഇപ്പം മൂലമ്പള്ളി പള്ളിയിലാണ് ഇപ്പം സേവനം അനുഷ്ഠിക്കാൻ പോയിരിക്കുന്നത്. അപ്പം ഞാൻ ഓർത്ത്, മൂലമ്പള്ളിയിൽ ഞാനൊരു ദിവസം പോയപ്പോൾ ഞാൻ നമ്മുടെ
മോനിക്ക പുണ്യവതിയുടെയും അഗസ്തീനോസ് പുണ്യാളുടെയും രൂപങ്ങൾ കണ്ട്. അപ്പം പള്ളിയുടെ 2 വശം നോക്കിയപ്പോൾ വിശുദ്ധന്മാരെല്ലാവരും ഇരിക്കണം. അപ്പം ഞാൻ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, ഈശോയെ വിശുദ്ധന്മാരെ നിങ്ങളെല്ലാവരും എൻ്റെ മോൻ്റെ കൂടെ ആയിരിക്കണേ. മോനിപ്പോൾ ഒരു പുസ്തകം എഴുതാൻ വേണ്ടി ആരംഭിക്കുന്നുണ്ട്. അപ്പം അതിന് ആരാധനയുടെ സമയത്ത് മോൻ ആൾത്താരയുടെ മുൻപിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ മോന് പറയാനുള്ള കാര്യങ്ങളെല്ലാം പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തി കൊടുത്ത് അത് എഴുതാനും അനേകം മക്കളെ ദൈവത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കാനും ഇടം വരണമെന്ന് ഞാൻ മുട്ടിപ്പായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ആദ്യത്തെ പുസ്തകം ലൂർദ് ഹോസ്പിറ്റലിൽ വെച്ചായിരുന്നു അതിൻ്റെ പുസ്തക പ്രകാശനം. അന്ന് പിതാവും അച്ഛന്മാരെല്ലാവരും ഉണ്ടായിരുന്നു. അതെനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റൂല. എന്താണെന്ന് വെച്ചാൽ കുഞ്ഞുനാളിലെ മോൻ ഈ ഭക്ഷണം കഴിക്കുന്ന സമയത്താണെങ്കിൽ പോലും ചെറിയ ചെറിയ സ്നേഹസേന അങ്ങനെയുള്ള പുസ്തകങ്ങളൊക്കെ കിട്ടുമ്പോൾ ഇരുന്ന് വായിക്കും, ആ ഭക്ഷണം കഴിക്കുന്നതിനിടയിലും. അപ്പം ഞാൻ ഓർത്ത് അപ്പം അങ്ങനെ വായിച്ചു വന്നൊരു ശീലമായിരിക്കും. അപ്പോൾ ഒരു ദിവസം മോൻ ഇവിടെ വന്ന് പറഞ്ഞ്, മമ്മി ഞാൻ പുസ്തകം എഴുതാൻ പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ടേബിളിൽ ഒരു 2-3 പേപ്പറൊക്കെ എടുത്ത് അവിടെ വെച്ച്. അപ്പം ഞാൻ വേഗം ആ പേപ്പറിൻ്റെ മുകളിൽ കൈ വെച്ചിട്ട് ഞാൻ ഈശോയോട് പറഞ്ഞു, ഈശോയെ അവിടുത്തെ കാസായും ഉയർത്തി അപ്പവും ഈശോയുടെ ശരീരവും രക്തവും ഉയർത്തി എൻ്റെ മോൻ പ്രാർത്ഥിക്കുകയാണ്. ഈശോ അങ്ങനെ ചെയ്യുന്നതാണല്ലോ ഈശോയെ. ആ മകന് ഈ പുസ്തകത്തിൻ്റെ പൂർത്തീകരണത്തിൽ എത്താനുള്ള എല്ലാ അനുഗ്രഹങ്ങളും കൊടുക്കണമെന്ന് പറഞ്ഞ് മുട്ടിപ്പായ എല്ലാ ദിവസവും ജപമാലയും കനയുടെ പ്രാർത്ഥനയും അങ്ങനെ എനിക്കുള്ള എല്ലാ പ്രാർത്ഥനകളും മുട്ടിപ്പായി ചൊല്ലി ആ പുസ്തകം ഭംഗിയായിട്ട് അതിൻ്റെ പൂർത്തീകരണത്തിൽ എത്താൻ സാധിച്ചു. അതിന് മോനെ സഹായിച്ചിട്ടുള്ളവരും എനിക്ക് പ്രാർത്ഥിക്കാൻ എൻ്റെ തിരുക്കുടുംബവും ഔസേപ്പും മാതാവും സകല മാലാകമാരും വിശുദ്ധന്മാരും എല്ലാവരും എൻ്റെ കൂടെ ഇരുന്ന് എൻ്റെ പ്രാർത്ഥന കേട്ട് അത് ഭംഗിയാക്കി തീർക്കാൻ സാധിച്ചതിൽ നന്ദി പറയുന്നു. ഇപ്പോൾ 2ാമതും ഒരു പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുന്നു. അതും ഇങ്ങനെ മൂലമ്പള്ളി ആ പള്ളിയിൽ ചെന്നതിന് ശേഷം അപ്പം ഞാൻ അഗസ്തീനോസ് പുണ്യാളിനോടും മോനിക്ക പുണ്യാവതിയോടും പറഞ്ഞ്, 2 പേരും വിശുദ്ധന്മാരായിട്ട് ഇരിക്കുകയല്ലേ, എൻ്റെ മോനും ഒരു വിശുദ്ധനായി തീരാനാണ് എൻ്റെ ആഗ്രഹം. അപ്പം മോൻ എഴുതുന്ന ഈ പുസ്തകം അനേകം മക്കളെ യേശുവിലേക്ക് അടുപ്പിക്കാൻ ദൈവമേ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ എന്ന പ്രാർത്ഥനയോടുകൂടി ഇപ്പോഴും കാത്തിരിക്കുന്നു. 10 വർഷങ്ങൾ കഴിഞ്ഞ ഒരു പുരോഹിതനായിട്ട് ഇപ്പോഴും ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുമ്പോൾ എനിക്ക് ശരിക്കും ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വന്നേക്കുന്ന ഒരു ബോധ്യം, ഈ ഒരു 10 വർഷത്തിൻ്റെ അടുത്തെത്തുമ്പോഴാണ് ഈശോ ആഗ്രഹിക്കുന്ന ഒരു പുരോഹിതൻ ആരാണെന്ന് എനിക്ക് കുറച്ചുകൂടി ബോധ്യം കിട്ടിയത്. നമ്മുടേതായ ബലഹീനതകളുടെ നടുവിലും ബലഹീനതകൾക്കുള്ളിലും ഒക്കെ ജീവിക്കുമ്പോൾ ഈശോ ശരിക്കും ഒരു ബലം തന്നു തുടങ്ങുന്നത് ഈ തൊട്ടടുത്ത വർഷങ്ങളിലാണെന്ന് തോന്നിയിട്ടുണ്ട്. ഞാനത് അച്ഛനായിട്ടിപ്പോൾ പല പള്ളികളിലും, ഒരു പള്ളിയിൽ ഇരുന്നിട്ടുള്ളൂ കൊച്ചച്ഛനായിട്ട്, പിന്നെ 1 വർഷം സെമിനാരി കുട്ടികളെ പരിശീലിപ്പിക്കുന്ന വൈസ് റെക്ടറായിട്ട് സെമിനാരിയിൽ ജോലി ചെയ്തു, ശുശ്രൂഷ ചെയ്തു. പിന്നെ പിതാവിൻ്റെ സെക്രട്ടറി ആയിട്ടുണ്ടായിരുന്നു, ലൂർദ് ഹോസ്പിറ്റലുണ്ടായിരുന്നു, ഇപ്പോൾ അവസാനം മൂലമ്പള്ളി പള്ളിയിലുമാണ്. അപ്പോൾ ഈ ഓരോ വർഷങ്ങൾ കടന്നു പോകുമ്പോൾ എനിക്ക് ഞാൻ പ്രാർത്ഥിക്കുന്നത് ശരിയല്ലെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. കാരണം ഞാൻ വീട്ടിൽ ഏതെങ്കിലും ഒന്ന് ഇടയ്ക്ക് വന്ന് നോക്കുമ്പോൾ ഈ മമ്മി രൂപക്കൂടിൻ്റെ മുന്നിൽ ഇപ്പോഴും ഇരുന്ന് പ്രാർത്ഥിക്കണാകുമ്പോഴാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ പ്രാർത്ഥന കുറച്ചും കൂടി ശക്തമാക്കേണ്ട ഒരു ആവശ്യകതയുണ്ട്. അപ്പം ഞാൻ ഇന്നും ഒരു പുരോഹിതനായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അത് മമ്മിയുടെ പ്രാർത്ഥനയാണ്. എനിക്ക് തോന്നുന്നു ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ വായിൽ നിന്ന് വന്നേക്കണം അതായിരിക്കും. കാരണം മമ്മിയുടെ പ്രാർത്ഥന കൊണ്ട് മാത്രമാണ് നിങ്ങളുടെ മുമ്പിൽ എനിക്ക് ഇരിക്കാൻ പറ്റുന്നത്. ഒരു ചെറിയ ഒരു കൊച്ചു സംഭവം ഈ അടുത്ത നാളുകളിലുണ്ടായി. ഞാനൊരു ദിവസം വീട്ടിൽ വന്നാണ്, മമ്മി ഇങ്ങനെ നടക്കാൻ ഇത്തിരി പ്രയാസപ്പെടുന്നത് കണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ച്, മമ്മി കാലുവേദന ഉണ്ടാന്ന് ചോദിച്ചു. പറഞ്ഞില്ല, കുഴപ്പമില്ല മോനെ എന്ന് പറഞ്ഞു. കുറച്ചും കൂടി നിർബന്ധിച്ച് കഴിഞ്ഞാൽ പറഞ്ഞു ഒരു ഇത്തിരി ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വേഗം വാ, ഞാൻ ഇത്തിരി കുഴമ്പ് എടുത്ത് പുരട്ടി തരാമെന്ന് പറഞ്ഞു. സമ്മതിച്ചൊന്നുമില്ല. എന്നിട്ട് ഞാൻ നിർബന്ധിച്ച് ബെഡിൽ വിളിച്ചിരുത്തി അവിടെ ഇത്തിരി കിടത്തി. അപ്പോൾ ഞാനിങ്ങനെ കുഴമ്പെടുത്ത് ഇങ്ങനെ പുരട്ടി കൊടുക്കാൻ പോയപ്പോഴേക്കും ഒരു കാഴ്ച പെട്ടെന്ന് ഞാൻ കണ്ടത്, മമ്മിയുടെ ഈ 2 കാൽമുട്ടുകളും ഇങ്ങനെ കറുത്ത് കിടക്കണ തഴമ്പുകൾ. അതെനിക്ക് ഞാൻ ഇതുവരെ അനുഭവിക്കാത്തൊരു ഫീലിംഗ് എൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെ ഇരച്ച് കയറി ശരിക്കും. കാരണം അത് എന്നെ ഓർമ്മപ്പെടുത്തിയത് ഒരു കാര്യമാണ്, ഈ കാൽമുട്ടിലെ കറുത്ത തഴമ്പുകൾ വരാൻ കാര്യം എനിക്ക് വേണ്ടി കുട്ടിക്കാലം മുതൽ, സെമിനാരി ചേർന്ന കാലം മുതൽ, അല്ലെങ്കിൽ ഞാനൊരു അച്ഛനായതിനു ശേഷം ഇപ്പോഴും എൻ്റെ മമ്മി എനിക്ക് വേണ്ടി രൂപക്കൂടിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി തഴമ്പിച്ച കറുത്ത പാടുകളാണ്. അപ്പോൾ എനിക്ക് തോന്നണത് ഈ കറുമ്പിച്ച മമ്മിയുടെ കാൽമുട്ടിലെ
ആ തഴമ്പിൻ്റെ പാടുകളാണ് എനിക്ക് ഈശോയുടെ അൾത്താരയുടെ മുമ്പിൽ കാലുറപ്പിച്ച് നിൽക്കാനുള്ള ബലം തരുന്നത്. അല്ലാതെ വേറൊന്നുമല്ല, ദൈവത്തിൻ്റെ കൃപയും പരിശുദ്ധ അമ്മയുടെ നീലക്കാപ്പയ്ക്കുള്ളിലെ സംരക്ഷണവും എൻ്റെ എല്ലാ പിതാക്കന്മാരും അല്ലെങ്കിൽ എൻ്റെ എല്ലാ അച്ഛന്മാരും എൻ്റെ കുടുംബാംഗങ്ങളും ഞാൻ ഒരിക്കലും അർഹിക്കാത്ത അത്രയും കരുണ എന്നോട് കാണിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എന്നെ അത്രയധികം സഹായിച്ചിട്ടുണ്ട്. അത്രയധികം അതെനിക്കൊണ്ട് ഡാഡി ഇല്ലാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു. എന്നെ കാണുന്നവരെല്ലാവരും, അല്ലെങ്കിൽ മമ്മി ഒറ്റയ്ക്ക് താമസിക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു, ഈ ഡാഡി ഇല്ലാത്തതിൻ്റെ ഒരു ഇളവും അല്ലെങ്കിൽ മമ്മി ഒറ്റയ്ക്ക് താമസിക്കുന്നതിൻ്റെ ആ ഒരു വിഷമവും, രണ്ട് കാര്യങ്ങളും എന്നോടുള്ള സ്നേഹം കൂടുന്നതിന് കാരണമായിട്ടുണ്ട്. അതെനിക്ക് അർഹിക്കാതെ കിട്ടിയ വലിയൊരു കൃപയും, അങ്ങനെ ഒരുപാട് സ്നേഹത്തിൻ്റെ ഉള്ളിലാണ് ഞാൻ വളർന്നേക്കണത്. എനിക്കങ്ങനെ സ്നേഹത്തിന് ഇത്രയും വർഷത്തിനിടയ്ക്ക് ഒരു ഇത്തിരി പോലും കുറവ് വന്നിട്ടില്ല. മമ്മി എന്നെ ആവോളം സ്നേഹം തന്ന്, പിന്നെ എല്ലാവരും സ്നേഹമാണ് തന്നേക്കണത്. അപ്പോൾ എനിക്ക് ആ ഒരു കാഴ്ച ഇപ്പോഴും ഇത് പറയുമ്പോഴും ആ മമ്മിയുടെ ആ കറുത്ത തഴമ്പുകളാണ് ഈശോയുടെ അൾത്താരയുടെ മുമ്പിൽ കാലുറപ്പിച്ച് ഇപ്പോഴും നിന്ന് കുർബാന ചൊല്ലാൻ എനിക്ക് ശക്തി തരണത്. യാക്കോബ് എഴുതിയ ലേഖനത്തിൽ 4-ാം അധ്യായം 8-ാം തിരുവചനം ഇങ്ങനെയാണ്: ദൈവത്തോട് ചേർന്ന് നിൽക്കുവിൻ, ദൈവം നിങ്ങളോടും ചേർന്ന് നിൽക്കും. എനിക്ക് തോന്നുന്നു എൻ്റെ അമ്മ ജന്മം നൽകിയ സമയം മുതൽ ദൈവത്തോട് ചേർന്ന് നിന്ന്, അതുകൊണ്ട് ദൈവം അമ്മേനോട് മാത്രമല്ല അമ്മയുടെ പുണ്യം കൊണ്ട് എന്നോടും ചേർന്ന് നിന്ന്. ഞാൻ എൻ്റെ ആദ്യത്തെ പുസ്തകത്തിൽ ഒരു വരി എഴുതിയിട്ടുണ്ട്, അത് അതിശയോക്തി ഇല്ല. ആ വരി ഇങ്ങനെയാണ്: ഒരു ചില്ലുകൂട് ഇല്ലെന്നേ ഉള്ളൂ, എൻ്റെ അമ്മ ഒരു വിശുദ്ധയാണ്. ചുറ്റും ഓർമ്മപ്പെടുത്തലാണ്. മുന്നിലൂടെ ഒഴുകി നീങ്ങുന്ന മനുഷ്യർ, തഴമ്പിച്ച മുട്ടുമായി അമ്മ, വിശുദ്ധിയുടെ പാഠങ്ങളുമായി ഗുരുക്കന്മാർ. പടികൾ ഓരോന്നും ചവിട്ടിക്കയറുമ്പോൾ എനിക്ക് വേണ്ടി ഉയരുന്ന പ്രാർത്ഥനകൾ എത്രയാണ്. അതിനോടെല്ലാം നീതി പുലർത്തിയേ പറ്റൂ.